വടക്കൻ കളരികളിലെ എണ്ണം പറഞ്ഞു വെട്ടുന്ന പാരമ്പര്യം അതാണ് ഇവിടെ നടന്നത്. എണ്ണം 24. അബ്രാം, ഖുറേഷി അബ്രാം. സോറി. പക്ഷെ നമ്മുടെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ലല്ലോ, ആഴമല്ലേ കണക്ക്. അതെ, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പ്രിയദർശിനി പാർട്ടി നേതാവായപ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കാൻ ചിലർ വന്നവർ അവരെ വിലങ്ങണിയിക്കാൻ തുനിഞ്ഞില്ല. പക്ഷേ പ്രിയദർശിനി അങ്ങോട്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് വിലങ്ങണിയിപ്പിച്ചു. നമ്മൾ റിലീസായതിനു ശേഷം പ്രതിഷേധക്കാർ വന്നു. അവർ വെട്ടണമെന്ന് പറഞ്ഞില്ല, പക്ഷെ നമ്മളുടെ സൃഷ്ടാക്കൾ സ്വയം നമ്മളെ വെട്ടാൻ തീരുമാനിച്ചു. മറക്കുക ഒരു തരം, മറയ്ക്കുക മറ്റൊരു തരം. ഈ രണ്ട് തരങ്ങളും ചിലപ്പോഴൊക്കെ ചരിത്രത്തിനും സംഭവിക്കാറുണ്ട്. മുറിവുകളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നടുക്കുകൂടിയാണ് സഞ്ചരിക്കേണ്ടത്. ഇടത്തേക്കോ വലത്തേക്കോ പതിച്ചാൽ വീഴുന്ന വശത്തിനും നമുക്കും ഒരുപോലെ മുറിവുകളുണ്ടാകും. സ്റ്റീഫൻ, വിട്ടോപ്പിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു. നമ്മളെപ്പോലെ വെട്ടുകളേറ്റവർ, വിവാദങ്ങളിൽപ്പെട്ടവർ, അതുപോലെയുള്ള മറ്റുള്ളവരെ പറ്റി അറിയാൻ അവർക്കൊരു താല്പര്യമുണ്ടെന്ന് കുറച്ച് സാമ്പിളുകൾ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഐ സെഡ് ദിസ് ഡീൽ ഇസ് വിത്ത് ദ ഡെവിൾ. അപ്പോൾ ഹോളിവുഡിൽ നിന്നും തുടങ്ങാം. ലോകപ്രശസ്ത സംവിധായകർ മാർട്ടിൻ സ്കോർസീസി ആൻഡ് ക്വന്റിൻ ടാരന്റീനോ. മാർട്ടിൻ സ്കോർസീസിയുടെ ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്വന്റിൻ ടാരന്റീനോയുടെ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്. ഈ രണ്ട് ചിത്രങ്ങളും ചരിത്രത്തെ റീഇമാജിൻ ചെയ്ത് അവതരിപ്പിച്ച ചിത്രങ്ങളാണ്. ഐ മീൻ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി. കൈകാര്യം ചെയ്ത ചരിത്രം എത്രമാത്രം സെൻസിറ്റീവ് ആയിരുന്നോ അത്രമാത്രം പ്രതിഷേധങ്ങളും ഉയർന്നുണ്ട്. കൗതുകകരമായ കാര്യം എന്തെന്നാൽ ഈ രണ്ട് സംവിധായകരും ആരോടും ഒന്നിനും മാപ്പ് പറഞ്ഞിട്ടില്ല. സ്റ്റീഫൻ, മാർട്ടിൻ സ്കോർസസിയുടെയും ക്വന്റിൻ ടാരന്റീനോയുടെയും അവസ്ഥയല്ല ഇവിടെ ലാലേട്ടന്. ലാലേട്ടൻ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ പൊതുസ്വത്താണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് എല്ലാവരും കാണുന്നത്? അതിലെല്ലാ മതത്തിലുള്ളവനും എല്ലാ പാർട്ടിയിലുള്ളവനും എല്ലാ പ്രായത്തിലുള്ളവനും പെടും. അതുകൊണ്ട് അദ്ദേഹം ഒരു ഖേദം പ്രകടിപ്പിച്ചതിനോട് ഞാൻ എതിർക്കുന്നില്ല. മാപ്പല്ലല്ലോ ഖുറേഷി, ഖേദം പ്രകടിപ്പിക്കുകയല്ലേ ചെയ്തത്. മാപ്പ്, ഖേദം, കുമ്പസാരം, അർത്ഥവ്യത്യാസം. ഇറ്റ്സ് ട്രെൻഡിങ്. 2006 റോൺ ഹവാർഡ് സംവിധാനം ചെയ്ത ദ ഡാവിഞ്ചി കോഡ്, ഡാൻ ബ്രൗണിന്റെ ബെസ്റ്റ് സെല്ലർ മിസ്റ്ററി ത്രില്ലർ നോവൽ. സംഭവം സിനിമയായി മാറി. കഥാതന്തു എന്തെന്നാൽ യേശുവിന് രഹസ്യമായി ഒരു രക്തബന്ധമുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ പ്രകോപിപ്പിച്ച ഒരു സിദ്ധാന്തം. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ചിലർ അതിനെ ദൈവനിന്ദയെന്ന് വിളിച്ചു. വത്തിക്കാൻ വിമർശിച്ചു. ജോർദാൻ, സമോവ തുടങ്ങിയ രാജ്യങ്ങൾ ചിത്രത്തെ പൂർണ്ണമായും നിരോധിച്ചു. 2014 ദ ഇന്റർവ്യൂ, സെത്ത് റോഗന്റെ കോമഡി സിനിമ. പക്ഷെ കാര്യങ്ങൾ അത്ര കോമഡി ആയിരുന്നില്ല. ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നോർത്ത് കൊറിയ അമേരിക്കയ്ക്ക് താക്കീത് നൽകി. അതേ വർഷം നവംബറിൽ സോണി പിക്ചേഴ്സിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് നോർത്ത് കൊറിയയുടെ സൈബർ ആക്രമണത്തിന് ഇരയായി. കാരണം ചിത്രത്തിന്റെ വിഷയം കിം ജോങ് ഉന്നിനെ വധിക്കാനുള്ള പദ്ധതി. ഇനി ഇന്ത്യയിലേക്ക് വരാം. 2018 പത്മാവത്, സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ചിത്രം. രജപുത്ര ഗ്രൂപ്പുകൾ ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുകയും അവരുടെ അഭിമാനത്തെ അപമാനിക്കുകയും ചെയ്തു എന്നാരോ. ബസ്സുകൾ കത്തിച്ചു. സംവിധായകന് നേരെ ആക്രമണമുണ്ടായി. ഒടുവിൽ ചിത്രം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. പത്മാവതി പത്മാവതായി. സമാനമായ അനുഭവം ചിത്രത്തിന്റെ സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 2015 ബാജിറാവു മസ്താനി. ആ ചിത്രവും വെട്ടിക്കുറയ്ക്കപ്പെട്ടു. 2014 PK. നഗ്നനായി ഒരു റേഡിയോയുമായി ഓടിയ അമീർ ഖാനെ ആരും മറന്നിട്ടുണ്ടാവില്ല. മതങ്ങളെയും ദൈവങ്ങളെയും പുരോഹിതന്മാരെയും കൃതികളെയും ചോദ്യം ചെയ്ത അന്യഗ്രഹജീവി. ഹിന്ദു ഗ്രൂപ്പുകൾ ചിത്രത്തെ അവരുടെ വിശ്വാസത്തിനെതിരായ ആക്രമണമെന്ന് വിളിച്ചു. പോസ്റ്ററുകൾ തകർത്തു. തിയേറ്ററുകൾ കത്തിച്ചു. അമീർ ഖാന് വധഭീഷണിയുണ്ടായി. കേസുകൾ കുന്നുകൂടി. ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ. കാസ്റ്റ് ബേസ്ഡ് റിസർവേഷനെ പറ്റി സംസാരിച്ച ആരക്ഷൻ, കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. സിനിമ ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. അതിലെ കാലദേശ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയമായ കാര്യങ്ങൾ സാങ്കല്പികം മാത്രമാണ്. പക്ഷെ വിവാദങ്ങളെന്നും ഭൂരിഭാഗം ചിത്രങ്ങൾക്കും നല്ലതേ വരുത്തിയിട്ടുള്ളൂ. ഈ പറഞ്ഞ ചിത്രങ്ങളുടെ എല്ലാം ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ അതിനുദാഹരണമാണ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? നമ്മുടെ നാട്ടിലെ കലാപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് കലാകാരന്മാർ, എഴുത്തുകാർ, ചലച്ചിത്ര നിർമ്മാതാക്കൾ, സംഗീതജ്ഞർ തുടങ്ങിയ കലാകാരന്മാർക്ക് സെൻസർഷിപ്പ് അഥവാ ശിക്ഷയെ ഭയപ്പെടാതെ അവരുടെ ആശയങ്ങൾ, വികാരങ്ങൾ, സർഗാത്മകത എന്നിവ അവരുടെ സൃഷ്ടികളിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നു. എല്ലാ പൗരന്മാർക്കും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) ഉറപ്പു നൽകുന്നു. എന്നിരുന്നാലും ഈ അവകാശം സമ്പൂർണ്ണമല്ല. കലാപരമായ ആവിഷ്കാരം, പൊതുക്രമം, മാന്യത, ധാർമ്മികത, ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത എന്നിവയ്ക്ക് ഭീഷണിയാകുന്നുണ്ടെങ്കിൽ
സർക്കാരിന് റീസണബിൾ റെസ്ട്രിക്ഷൻസ്, ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. അതിനാൽ സർഗാത്മകതയ്ക്കും നിയന്ത്രണത്തിനും ഇടയ്ക്കുള്ള രേഖ ചിലപ്പോൾ അവ്യക്തമാണ്. പ്രായോഗികമായി ഇതിനർത്ഥം കലാകാരന്മാർക്ക് സ്വതന്ത്രമായി സൃഷ്ടിക്കാൻ കഴിയും എന്നാണ്. പക്ഷേ പലപ്പോഴും സാംസ്കാരിക പ്രതീക്ഷകളുടെയും നിയമപരമായ പരിധികളുടെയും ഇടയിൽപ്പെട്ട് സങ്കീർണമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ് അവരുടെ സഞ്ചാരം.